السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا وحبيبنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا محمد. اللهم صل وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതുമെല്ലാം സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതും എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി തരട്ടെ. നാളെ അവൻ്റെ ജന്നാത്തു നഈമിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയം നിറഞ്ഞവരെ, സൂറത്തുൽ മുൽക്കിലെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പടച്ചു. നിങ്ങൾക്ക് കേൾവി, കാഴ്ച, ബുദ്ധിശക്തി ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നിട്ടും അവന് നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ നന്ദി ചെയ്യുന്നുള്ളൂ എന്നായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ പഠിച്ചത്. നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മെ പഠിച്ചു എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹു തആല നമ്മെ പഠിച്ചു, നമുക്കെല്ലാ കഴിവുകളും നൽകി. കാഴ്ച, കേൾവി, ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം അല്ലാഹു തആല നൽകി. ഇതുകൊണ്ടൊക്കെ നാം കണ്ട് കേട്ട് മനസ്സിലാക്കി നമ്മൾക്ക് അല്ലാഹു തആല നൽകിയ ഹൃദയം കൊണ്ട്, ബുദ്ധി കൊണ്ട് നാം ചിന്തിക്കണം. എന്നിട്ട് അല്ലാഹുവിനെ അറിയണം, അല്ലാഹുവിനെ ഇബാദത്തെടുക്കണം. കാരണം ഈ ജീവിതത്തിന് ശേഷം, ദുനിയാവിലെ ഈ ജീവിതത്തിന് ശേഷം നാളെയാണ് നമുക്ക് ശരിയായ ജീവിതമുള്ളത്. ദുനിയാവിലെ ജീവിതം എന്നത് വെറും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരല്പ കാലത്തുള്ള ജീവിതം മാത്രമാണ്. ഈ ജീവിതത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ നാം മരണപ്പെട്ടതിന് ശേഷം, മരിച്ചതിന് ശേഷം നമ്മെ പുനർജീവിപ്പിക്കും. അതിനുശേഷം നാം ദുനിയാവിൽ വെച്ച് ചെയ്ത ചെറുതും വലുതും രഹസ്യമായും പരസ്യമായതുമായ എല്ലാ നന്മകളും തിന്മകളും അവിടെ നിന്ന്, അഥവാ മഹ്ശറിൽ നിന്ന് നമ്മെ വിചാരണ ചെയ്യും. എന്നാൽ ആ വിചാരണയെയും അവിശ്വാസികൾ നിഷേധിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുകയാണ്. അതിനെക്കുറിച്ചാണ്
ഇന്ന് നാം പറയുന്ന ആയത്തിലൂടെ അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقولون متى هذا الوعد إن كنتم صادقين. ويقولون متى هذا الوعد. ويقولون അവിശ്വാസികൾ നബിയോട് അല്ലെങ്കിൽ മുഅ്മിനീങ്ങളോട് ചോദിക്കുകയാണ്. അവിടെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നു ഇസ്തിഹ്സാഅൻ വ തക്ദീബാ, പരിഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കളവാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. അല്ലാതെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയല്ല. പരിഹാസത്തോടുകൂടെ അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മത്താ ഹാദൽ വഅദ്, ആ വാഗ്ദാനം ചെയ്യപ്പെട്ടത് എപ്പോഴാണ്? ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അല്ലെങ്കിൽ മഹ്ശർ എന്ന് പറയുന്ന ആ ഒരു രംഗം എപ്പോഴാണ് സംഭവിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടതാ അവിശ്വാസികൾ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അന്ത്യം എപ്പോഴാണ്? ഈ ലോകത്തിനൊരു അന്ത്യമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് എപ്പോഴാണ്? ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ, നിങ്ങൾ സത്യമാണോ പറയുന്നത്? എപ്പോഴാണ് ഈ ലോകത്തിൻ്റെ അന്ത്യം? എപ്പോഴാണ് മഹ്ശർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സഹാബാക്കളോടും ഇങ്ങനെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിയാമത്ത് നാളിൻ്റെ ഡേറ്റ് പറയുന്ന ഡ്യൂട്ടിയല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇന്നാലിന്ന ദിവസമാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് മഹ്ശർ സംഭവിക്കുന്നത് എന്നൊന്നും പറയുന്ന ഡ്യൂട്ടിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറഞ്ഞത് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്യുന്നത്. എന്നാൽ അതിനു മറുപടിയായി അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹി വ ഇന്നമാ അന നദീറും മുബീൻ. നബിയേ, തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, തീർച്ചയായും ഖിയാമത്ത് നാൾ വരുന്ന ആ സമയം കൊണ്ടുള്ള വിവരം, എപ്പോഴാണ് ഖിയാമത്ത് നാൾ വരുന്നത്, ആ വരുന്ന വിവരമുണ്ടല്ലോ, അത് ഇൻദല്ലാഹ്, അല്ലാഹുവിന് മാത്രമാണ് അറിയുന്നത്. ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിൻ്റെ ദിവസം, അതിൻ്റെ സമയം പറയലൊന്നുമല്ല എൻ്റെ പണി. പിന്നെ എന്താണ്? വ ഇന്നമാ അന നദീറും മുബീൻ, വ ഇന്നമാ അന നദീറും മുബീൻ, ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. അതിൻ്റെ ആയത്തുകൾ, അതിൻ്റെ അടയാളങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഖുൽ ഇന്നമാ ഇൽമുഹാ ഇൻദ റബ്ബി. മറ്റൊരു സൂറത്തിൽ കാണാം, നബിയെ തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ, ഇന്നമാ ഇൽമുഹാ, തീർച്ചയായും ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ചുള്ള വിവരം ഇൻദ റബ്ബി, അത് എൻ്റെ റബ്ബിനാണ് അറിയുന്നത് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കൂ. അത് അല്ലാഹുവിനാണ് അറിയുന്നത് എന്ന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴതാ അവിടത്തേക്ക് കടന്നു വരുന്നു ഒരു മനുഷ്യൻ. യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ലക്ഷണവും ആ മനുഷ്യൻ്റെ മുഖത്തിലോ ശരീരഭാവത്തിലോ ഇല്ല. വെളുവെളുത്ത വസ്ത്രം ധരിച്ച കറുകറുത്ത മുടിയുള്ള ആ മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലങ്ങ് വന്നിരുന്നു. എന്നിട്ടതാ ഓരോ ചോദ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചതിനുള്ള മറുപടിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നു നബിയോട്, ഫഅഖ്ബിർനി അനിസ്സാഅ, നബിയേ ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക, അത് എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ അതിന് മറുപടിയായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിൽ,
ചോദിക്കപ്പെട്ട ആൾ ചോദിച്ച ആളേക്കാൾ അതിനെക്കുറിച്ച് വിവരമുള്ള ആളല്ല. ഇതിൽ നമ്മൾ രണ്ടാളും സമന്മാരാണ്. അപ്പോൾ അതാ ആ ചോദിച്ച വ്യക്തി തന്നെ വീണ്ടും ചോദിക്കുകയാണ്, ഫഅഖ്ബിർനി അൻ അമാറതിഹാ അശ്റാതിഹാ, എന്നാൽ ആ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ നബിയേ. അപ്പോഴതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ അടയാളങ്ങൾ അങ്ങ് പറഞ്ഞു കൊടുത്തു. ആ മനുഷ്യൻ പോയപ്പോൾ, ആ മനുഷ്യൻ മടങ്ങിപ്പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, ഫഇന്നഹു ജിബ്രീൽ, ആ വന്നത് ജിബ്രീലാണ് സഹാബാ, അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് വന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഖിയാമത്ത് നാൾ എപ്പോഴാണ് സംഭവിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിന് മാത്രം അറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ പലതും എണ്ണി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അടയാളമാണ് ബുഖിൽ അധികരിക്കുക, പിശുക്ക് അധികരിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, നാം എത്ര പിശുക്കനാണ്. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ധനം, പണം ചെലവഴിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്നുള്ള ആൾക്കാർക്ക് കഴിയുന്നുണ്ടോ? തീരെ ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, മുൻകാലത്തെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, ഖില്ലത്തുൽ ഇൽമി വകസറത്തുൽ ജഹൽ, ഇൽമ് കുറഞ്ഞു പോവുക. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അതാ ഇൽമ് വളരെ കുറവാണ്. ഇൽമ് പഠിക്കാനും അത് ലഭിക്കാനുമുള്ള നിരവധി സ്രോതസ്സുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. യൂട്യൂബിലൂടെ, നെറ്റിലൂടെ നാം ഒന്ന് സെർച്ച് ചെയ്താൽ കിതാബുകളെല്ലാം നമുക്ക് പെട്ടെന്ന് ലഭിക്കും. വിരൽ തുമ്പിൽ ലഭ്യമാണ്, നമ്മുടെ മൊബൈലിൽ ലഭ്യമാണ്. നിരവധി ആപ്ലിക്കേഷനുമുണ്ട്, നിരവധി സോഫ്റ്റ്വെയർ നമുക്ക് കാണാം. ഏത് കിതാബുകളും ഏത് മസ്അലകളും ഇന്ന കിതാബിലുണ്ട്, ഇന്നതിലുണ്ട് എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം, ലഭിക്കാം. പക്ഷേ അതൊന്നും നമ്മുടെ ഹൃദയത്തിലില്ല. മുമ്പ് കാലത്തൊക്കെ എന്തായിരുന്നു അവസ്ഥ? പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, വലിയ വലിയ മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു. ഒരു മസ്അല ചോദിച്ചാൽ അതിന് കൃത്യമായി മറുപടി പറയുന്ന നിരവധി ആലിമ്യങ്ങളുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയുള്ള ആലിമ്യങ്ങളുണ്ടോ? ഇല്ല. ജാഹിലീങ്ങളാണുള്ളത്. ആലിമ്യങ്ങളെ അളക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് കേവലം വേഷങ്ങളെ കൊണ്ടോ മറ്റോ അല്ല, പ്രസംഗം കൊണ്ടോ ഒന്നുമല്ല, അവരുടെ ഇൽമാണ്. ശരിയായ രൂപത്തിലുള്ള ഇൽമുള്ള പണ്ഡിതന്മാർ വളരെ കുറവാണ് ഇന്നിൻ്റെ കാലം. അത് എന്താണ്? ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അതേപോലെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട മറ്റൊരു അടയാളമാണ് കേട്ടാൽ അറുപ്പും വെറുപ്പും തോന്നുന്ന വ്യഭിചാരം പോലെയുള്ള തെറ്റുകൾ വ്യാപിക്കുക, പരസ്യമായി ഉണ്ടാകുക. ഈയൊരു അടയാളം എത്ര വ്യക്തമായി നാം അനുഭവിക്കുന്നു. വാർത്താ മാധ്യമങ്ങളിലൂടെ നാം വായിക്കുന്നു, കേൾക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്, വലിയ തെറ്റുകളിൽപ്പെട്ട വലിയ ശിക്ഷ ലഭിക്കുന്ന തെറ്റാണല്ലോ വ്യഭിചാരം പോലെയുള്ള തെറ്റുകൾ. ആ തെറ്റുകളൊക്കെ ഇന്ന് സർവ്വവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന കലാലയങ്ങളിൽ പോലും ഇന്ന് പരസ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മെയും നാവുമായി ബന്ധപ്പെട്ടവരെയും നമ്മുടെ പെങ്ങന്മാരെയും നമ്മുടെ സഹോദരന്മാരെയൊക്കെ ഇത്തരത്തിലുള്ള വലിയ തെറ്റുകളെ തൊട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഇതും ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട വലിയ അടയാളങ്ങളാണ്. അതേപോലെ വകസ്റത്തുൽ ഖിതാൽ വൽ ഫിതൻ, ഒരുപാട് കൊല വർദ്ധിപ്പിക്കുക, ഫിത്നകളൊക്കെ ഉണ്ടാകുക. കസ്റത്തുൻ നിസാ, സ്ത്രീകൾ അധികരിക്കുക. വഖില്ലത്തുർ റിജാൽ, പുരുഷന്മാർ കുറയുക. ഇതൊക്കെ വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട അടയാളമാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് എപ്പോഴാണ് ഖിയാമത്ത് നാൾ വരുന്നത്, അതിൻ്റെ സമയം എപ്പോഴാണ് എന്നുള്ള വിവരം അത് അല്ലാഹുക്ക് മാത്രമാണ് അറിയുന്നത്. അതാണ് ഇപ്പോൾ ഈ ഓതിയ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, ഖുൽ ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്, തീർച്ചയായും ഖിയാമത്ത് നാൾ വരുന്ന ആ സമയം കൊണ്ടുള്ള വിവരം ഇൻദല്ലാഹ്, അത് അല്ലാഹുവിന് മാത്രമാണ് അറിയുന്നത്. വ ഇന്നമാ അന നദീറും മുബീൻ, ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. മഹ്ശറിനെ നിഷേധിക്കുന്ന ആ വിഭാഗം, അവർ അതിനെ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകുമ്പോൾ അവർ അതാ വല്ലാത്ത സങ്കടത്തിലാണ്. അവരുടെ മുഖമതാ കറുത്ത് വികൃതമാവുകയാണ്. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല പറയുന്നത്, ഫലമ്മാ റഔഹു സുൽഫതൻ സീഅത്, അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഖിയാമത്ത് നാളിൻ്റെ അഹ്വാലുകൾ, അവസ്ഥകൾ അടുത്തായിട്ട് അവരിലേക്ക് എത്തുന്നു എന്ന് അവർ കണ്ട് മനസ്സിലാക്കുമ്പോൾ, അല്ലാഹുവിൻ്റെ അദാബ് അവരിലേക്ക് എത്തുന്നു എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ, അവർ കാണുമ്പോൾ, സീഅത്ത് വുജൂഹുൽ ലദീന കഫറൂ, അവിശ്വാസികളുടെ മുഖം കറുത്തുപോയി, വികൃതമായി പോയി. ആ അവസ്ഥകൾ അവർ കാണുമ്പോൾ അവരുടെ മുഖം കറുത്തുപോവുകയാണ്. ദുനിയാവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബികളെയും പരിഹസിച്ചുകൊണ്ട് അവരിങ്ങനെ ചോദിച്ചിരുന്നു, എപ്പോഴാണ് ഖിയാമത്ത് നാൾ, എപ്പോഴാണ് നബിയെ ആ ഖിയാമത്ത് നാൾ വരുന്നത് എന്നിങ്ങനെ പരിഹസിച്ചു ചോദിക്കുന്ന ആ വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗത്തിനതാ ആ ഖിയാമത്ത് നാളിൻ്റെ അഹ്വാലുകൾ, അവസ്ഥകൾ അങ്ങ് വരുമ്പോൾ അവരുടെ മുഖമതാ കറുത്തു പോകുകയാണ്, വികൃതമായി പോവുകയാണ്. വഖീല ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ, അവരോടതാ പറയപ്പെടുകയാണ്, ഹാദല്ലദീ കുൻതും ബിഹി തദ്ദഊൻ, ഈ മുന്നറിയിപ്പിനെ കുറിച്ച് നിങ്ങൾ വാദിക്കുന്നവരായിരുന്നു, ഈ മുന്നറിയിപ്പിനെ കുറിച്ചായിരുന്നല്ലോ നിങ്ങൾ ഇങ്ങനെ വാദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബികളെയും പരിഹസിച്ചത് ഈ മുന്നറിയിപ്പിനെ കുറിച്ചായിരുന്നല്ലോ എന്ന് ആ സന്ദർഭത്തിൽ അതാ അവരോട് പറയുകയാണ്. അവര് ഈ ലോകത്തിന് അന്ത്യം എപ്പോഴാണ്, അങ്ങനെ ഒരു അന്ത്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ വാദിച്ചിരുന്നുവല്ലോ, പുനർജീവിതം എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല എന്നൊക്കെ വാദിച്ച അവർ നേരിട്ടങ്ങ് അനുഭവിക്കുമ്പോൾ അതാ അവരുടെ മുഖം കറുക്കുകയാണ്, അവരുടെ മുഖം വികൃതമാവുകയാണ്. ആ സമയത്ത് മുഅ്മിനീങ്ങൾ അവരുടെ മുഖം പ്രശോഭിക്കുന്നതാണ്. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ, മുഅ്മിനീങ്ങളുടെ മുഖം പ്രശോഭിക്കുകയാണ്. എന്നാൽ കാഫിരീങ്ങളുടെ മുഖം അതാ കറുക്കുകയാണ്. സീഅത്ത് വുജൂഹുൽ ലദീന കഫറൂ, അവിശ്വാസികളുടെ മുഖം അതാ കറുത്തുപോവുകയാണ്, ഇരുണ്ടതായി പോവുകയാണ്, വികൃതമായി പോവുകയാണ്. അവിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന പ്രബോധനം സ്വീകരിക്കുന്നില്ല, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. സത്യം ദീന് പറഞ്ഞു കൊടുത്തിട്ടും അതിനൊന്നും ചെവികൊള്ളാതെ അംഗീകരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിൻ്റെയും മരണത്തിൽ കൊതിച്ചിരിക്കുകയാണ്. അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനിയല്ലാഹു വമൻ മഇയ ഔ റഹിമനാ فمن يجير الكافرين من عذاب أليم. ഖുൽ, നബിയെ തങ്ങളവരോട് ചോദിക്കൂ, അറഅയ്തും ഇൻ അഹ്ലകനിയല്ലാഹു വമൻ മഇയ ഔ റഹിമനാ, എന്നെയും എൻ്റെ കൂടെയുള്ള സഹാബത്തിനെയും അല്ലാഹു തആല മരിപ്പിച്ചാൽ, ഔ റഹിമനാ, അല്ലെങ്കിൽ അല്ലാഹു ഞങ്ങളോട് കരുണ കാണിച്ചാൽ, മരിപ്പിക്കുന്നില്ല, അവൻ കണക്കാക്കിയ ഒരു സമയം വരെ പിന്തിപ്പിച്ചു നൽകിയാൽ, ഒന്നുകിൽ അല്ലാഹു തആല ഞങ്ങളെ മരിപ്പിക്കട്ടെ, അല്ലെങ്കിൽ മരിപ്പിക്കാതിരിക്കട്ടെ. ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം, വേദനിപ്പിക്കപ്പെട്ട ശിക്ഷയിൽ നിന്ന് ആരാണ് കാഫിരീങ്ങളെ നിങ്ങളെ കാക്കുന്നത്? ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലാണ്, സത്യത്തിലാണ്, പക്ഷേ നിങ്ങൾ സത്യത്തിലല്ലല്ലോ.
നിങ്ങൾ മരിച്ചാൽ, നിങ്ങൾ അല്ലാഹു തആല നശിപ്പിച്ചാൽ വേദനിപ്പിക്കപ്പെട്ട ശിക്ഷയിൽ നിന്ന് ആരാണ് നിങ്ങളെ കാക്കുന്നത്? വേദനയേറിയ ശിക്ഷ, ആ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ കാക്കാൻ ആരുമില്ല. ഞങ്ങൾ മരിക്കട്ടെ മരിക്കാതിരിക്കട്ടെ, അത് നിങ്ങൾക്കെന്ത് പ്രശ്നം? കാരണം ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾ സത്യത്തിലാണ്, ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിലാണ്. പക്ഷെ നിങ്ങൾ അതേപോലെയല്ലല്ലോ. നിങ്ങൾ മരിച്ചാൽ, നിങ്ങൾ അല്ലാഹു തആല നശിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വേദനിപ്പിക്കപ്പെട്ട ശിക്ഷ, വളരെ വേദനയേറിയ ആ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് നബിയെ തങ്ങളവർക്ക് പറഞ്ഞു കൊടുക്കൂ. സത്യവിശ്വാസികൾ എന്തിനാണ് പേടിക്കേണ്ടത്? അവർ അള്ളാഹുവിൻ്റെ ദീനിലല്ലേ. അതാണ് പറയുന്നത്, ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. നബിയെ തങ്ങളവരോട് പറയൂ, ഹുവർ റഹ്മാൻ, അല്ലാഹു കരുണയുള്ളവനാണ്. ആമന്നാ ബിഹി, ഞങ്ങൾ അവനെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു കരുണയുള്ളവനാണ്, ഞങ്ങൾ ആ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈഹി തവക്കൽനാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഫീ ജമീഇ ഉമൂരിനാ, ഞങ്ങളുടെ സർവ്വ കാര്യങ്ങളും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു സത്യവിശ്വാസിയുടെ അടയാളമാണ്, ഇതൊരു മുഅ്മിനിൻ്റെ അടയാളമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നാം അല്ലാഹുവിൽ ഭരമേൽപ്പിക്കണം. ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ, ആരാണ് വ്യക്തമായ വഴികേടിലെന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇൻദ മുആയനത്തിൽ അദാബ്, നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ അദാബ് അങ്ങ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വ്യക്തമായ വഴികേടിൽ ആരാണ്, നിങ്ങളാണോ അതല്ല ഞങ്ങളാണോ എന്ന് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാകും. ഈ സൂറത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞതിനു ശേഷം അവൻ്റെ റഹ്മത്തിനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നബിയെ തങ്ങളവരോട് ചോദിക്കൂ, അറഅയ്തും, നിങ്ങൾ പറയൂ, ഇൻ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയാൽ, വറ്റിപ്പോയാൽ, നിങ്ങളിങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വെള്ളം നാം കുടിക്കുന്നു, കുളിക്കുന്നു, ജീവിതത്തിൽ എപ്പോഴും നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിക്കും വളരെ അത്യാവശ്യമായ ഒന്നാണല്ലോ ഈ ജലം. ആ ജലമങ്ങാനും ഭൂമിക്കടിയിലേക്ക് ആണ്ടുപോയാൽ അഥവാ വറ്റിപ്പോയാൽ, ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, അപ്പോൾ നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം കൊണ്ടുവരുന്നവൻ ആരാണ്? ആരാണ് നിങ്ങൾക്ക് നല്ല വെള്ളം നൽകുന്നത്? കിണർ കുഴിച്ചിട്ട് അതിൽ തൊട്ടിയും കയറൊക്കെ താഴ്ത്തി വെള്ളം നാം ഇങ്ങനെ കോരിയെടുക്കുന്നു. അല്ലെങ്കിൽ അതാ മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് കിണറിലെ വെള്ളം ശേഖരിക്കുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ വെള്ളം നാം എടുക്കുന്നു. ആ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് വറ്റിച്ചു കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒഴുകുന്ന വെള്ളം നൽകുന്നവൻ ആരാണ്? മനുഷ്യൻ്റെ ജീവൻ അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും ജീവൻ നിലനിർത്താൻ ഏറ്റവും വലിയ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വെള്ളം, ആ ഒരു വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അല്ലാഹു തആല അങ്ങ് തിരിച്ചെടുത്താൽ, വെള്ളം അങ്ങ് വറ്റിച്ചു കളഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നത്? നിങ്ങൾക്ക് പിന്നെ എങ്ങനെ വെള്ളം ലഭിക്കും? നാം ചിന്തിക്കേണ്ടതാണ്. ഈ ആയത്ത് ഒരു അഹങ്കാരിയുടെ അടുക്കൽ വെച്ച് ഓതപ്പെട്ടപ്പോൾ അഹങ്കാരി പരിഹസിച്ചുകൊണ്ട് ചോദിക്കുക, പിക്കാസ് കൊണ്ട് അല്ലെങ്കിൽ കോടാലി കൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ കുഴിയുണ്ടാക്കി അതിൽ നിന്ന് വെള്ളമെടുത്തുകൂടെ എന്ന് പരിഹസിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ ഫദഹബൽ മാഉ ഐനിഹി വഅമിയ,
ആ മനുഷ്യൻ്റെ കണ്ണിലുള്ള വെള്ളം അങ്ങ് വറ്റിപ്പോയി എന്നാണ് പറയുന്നത്. അന്ധനായിപ്പോയി. നഊദു ബില്ലാഹ്, അല്ലാഹു തആല കാക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആയത്ത് നാം ഓതിക്കഴിഞ്ഞാൽ അതിനുശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ സുന്നത്താണ്. റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അല്ലാഹുവാണ് എന്ന് പറയണം. ആരാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നവൻ? ലോകരക്ഷിതാവായ അല്ലാഹുവാണ്. എങ്ങനെയാണ് ഈ ഒരു സൂറത്തോതി അവസാനം നാം പറയേണ്ടത്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ എന്ന് ഓതിയാൽ തൊട്ടുശേഷം അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയൽ സുന്നത്താണ്. ഈ സൂറത്തിൻ്റെ തഫ്സീർ ബൈളാവിയിൽ അവസാനമായൊരു ഹദീസ് കൊടുത്തിട്ടുണ്ട്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറഅ സൂറത്തുൽ മുൽക്ക്, വല്ലൊരുത്തനും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഫകഅന്നമാ അഹ്യാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ ഹയാത്താക്കിയവനെ പോലെയാണവൻ. ലൈലത്തുൽ ഖദ്ർ വളരെയേറെ ശ്രേഷ്ഠതയുള്ള ഒരു രാവ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ പുണ്യമായ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്റുണ്ടല്ലോ, ആ ലൈലത്തുൽ ഖദ്റിനെ ഹയാത്താക്കിയവനെ പോലെയാണ് സൂറത്തുൽ മുൽക്ക് ഒരാൾ ഒരു ദിവസം പാരായണം ചെയ്താൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് നാം പതിവാക്കണം. നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ഒരുപാട് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ നമ്മോട് പറയുന്നത്. തഫ്സീർ ജലാലൈനി, സാവി, ബൈളാവി, തഫ്സീർ ഇബ്നു കസീർ, അതേപോലെ തന്നെ തഫ്സീർ റാസി, ഇത്തരത്തിലുള്ള തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയുള്ള ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ഒരൽപ്പം ആശയമാണ് ഈ ഉള്ളവൻ വിവരിച്ചത്. പറഞ്ഞതിലുള്ള പിഴവുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കട്ടെ. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ അല്ലാഹുവിൻ്റെ അപാരമായ ഖുദ്റത്തിനെക്കുറിച്ചും അവൻ്റെ അധികാരത്തെക്കുറിച്ചും വിവരിച്ചു. പിന്നീട് അവൻ നമുക്ക് ചെയ്ത ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല രീതിയിൽ അമല് ചെയ്യുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ പടച്ചത് എന്നൊക്കെ വിവരിച്ചു. പിന്നെ ആകാശത്തിലേക്ക് നോക്കുമ്പോഴുണ്ടാകുന്ന അത്ഭുതങ്ങൾ, നക്ഷത്രങ്ങളെക്കുറിച്ച്, നരകത്തിലെ ശിക്ഷയെക്കുറിച്ചുള്ള വിവരണം, ഇങ്ങനെയുള്ള ഒരുപാട് നാം മനസ്സിലാക്കേണ്ടതായ ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ചിന്തകളുമെല്ലാം വിവരിച്ചു. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഈ തബാറക സൂറത്ത്. നാം ഇത് പതിവായി പാരായണം ചെയ്യണം. ഈ ആയത്തുകൾ നാം മനസ്സിലാക്കണം. തജ്വീദനുസരിച്ച് തെറ്റുകൂടാതെ നാം ഓതി പഠിക്കണം. ദിവസവും രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പെങ്കിലും ദിവസവും നാം പാരായണം ചെയ്യണം. ദുനിയാവും ആഖിറവും വിജയിക്കാൻ ഈ ഒരു സൂറത്ത് നാം കൃത്യമായി ഓതണം. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, ആരാരുമില്ലാത്ത തുണയില്ലാത്ത ഏകാന്തമായ ആ ഖബറിലെ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ ഈ സൂറത്ത് നാം പാരായണം ചെയ്യണം. ഖബറിൽ നമുക്കൊരു കൂട്ട് ലഭിക്കാൻ ഈ ഒരു സൂറത്ത് കൃത്യമായി ദിവസവും നാം പാരായണം ചെയ്യണം. ഈ സൂറത്ത് പാരായണം ചെയ്താലുള്ള പ്രതിഫലത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ വിവരിക്കുന്നില്ല. കാരണം ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ആ കാര്യങ്ങളൊക്കെ കുറേ വിവരിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതുമെല്ലാം സാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. തബാറക സൂറത്ത് നമ്മുടെ ഖബറിൽ നമുക്ക് വേണ്ടി കൂട്ടായി ലഭിക്കുന്നവരുടെ വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു തആല പെടുത്തട്ടെ. ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് അവരുടെ എല്ലാ തെറ്റുകളും പൊറുത്ത് തരുന്നതുവരെ, അങ്ങനെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ അള്ളാഹുവിനോട് തർക്കിക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞ ആ ഒരു വിഭാഗത്തിൽ നമ്മെ അല്ലാഹു തആല പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുനാഥന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകാർ, എല്ലാവരുടെയും ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കട്ടെ.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.